എന്റെ ഭാര്യയെ ചികിത്സിച്ച പൈസ ആണെങ്കിൽ അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ എന്റെ വീട്ടിൽ വരും. അപ്പൊ തന്നെ ഞാൻ ആ ക്യാഷ് റീഫണ്ട് ചെയ്യും. അതല്ല അവള് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൊല്ലപ്പള്ളിക്ക് വരികയോ വാടക വീട്ടിൽ താമസിക്കുകയോ ചെയ്യുകയാണ്. അത് നിങ്ങളുടെ സഹോദരിയെ ചികിത്സിച്ച പൈസയാ. ഞാനത് അങ്ങനെ തന്നെ വരവോയ്ക്കും. അതുകൊണ്ട് തികയോ നിനക്ക്? നെടുമ്പുരക്കൽ ബാലചന്ദ്ര മേനോന് എല്ലാം തികഞ്ഞവൻ തന്നെയായിരുന്നു. കൈതക്കൽ മാളിക വീട്ടിലുള്ളവരെക്കാൾ ഒരു പടി മുകളിലെത്തിയതിനു ശേഷമാ ഞാൻ നിങ്ങളുടെ വീട്ടിലെ കല്യാണം ആലോചിച്ചു വന്നു. നിങ്ങളുടെ വീട്ടിലെ നക്കാപ്പിച്ച കാശ് കിട്ടിയിട്ട് ജീവിക്കുന്നവനല്ല പറയുന്നത്. ശിവേട്ടാ, അയാളോട് തർക്കിക്കണ്ട. അയാളുടെ പൈസ കൊടുത്തേക്ക്. തന്നാൽ മാത്രം പോരാ, ബൈജിയോട് പറയണം നിന്നെ ചികിത്സിച്ച പൈസ മുഴുവൻ ബാലചന്ദ്രൻ ഞങ്ങളോട് കണക്ക് പറഞ്ഞു വാങ്ങിയെന്ന്. അതുകൊണ്ട് എന്നാ ഗുണം? അത് കേൾക്കുമ്പോ അവള് കിടപ്പി കിടന്നു രോഷവും അമർഷവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചു ഇങ്ങനെ മറിയണം. എനിക്കിനി അതൊക്കെയല്ലേ ഉള്ളൂ ഒരു രസം. അങ്കിൾ, ഫ്രഷ് ജ്യൂസ് ആണ്, എടുത്തോ അങ്കിൾ. കുടിക്കേ, വാശിയും വിദ്വേഷവും ഒക്കെ അവിടെ നിൽക്കട്ടെ. സ്വന്തം പെങ്ങടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ, അവൾക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഫ്രൂട്ട്സ് എടുക്കങ്ങളെ. ആ ഡൈനിങ്ങിലോട്ട് ഇരിക്കേ. അലീനയോട് നമുക്കൊരു സോഫ്റ്റ് കോർണറും വേണ്ട. അങ്കിൾമാരൊക്കെ പോവാനുള്ള തിരക്കിലെ ചില ഇൻസ്റ്റന്റ് അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ട് സ്ഥലം വിടുക. അവർക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് കടന്നു കളഞ്ഞാൽ മതി. നമ്മൾ എന്നാ ചെയ്യണ്ടേ? അവളാണല്ലോ ഇവിടുത്തെ കൺട്രോളർ. അവൾ എന്നാ പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. അവക്ക് ഇവിടെ ഒരു തരത്തിലും നിന്ന് കൊടുക്കാൻ പറ്റാത്ത പോലെ തലവേദന ഉണ്ടാക്കി കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ അവളുണ്ടെന്ന ചോറിനകത്ത് തുപ്പാൻ പറ്റുമെങ്കിൽ. ഞാൻ കേട്ടു. നിങ്ങൾ ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞാൻ ചേച്ചിയോട് പറയാം, നിങ്ങൾക്ക് തരുന്ന ഫുഡിനകത്തെ എന്തൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന്. ഞങ്ങള് ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഫുഡിനകത്ത് തുപ്പുന്നതാണോ എക്സാമ്പിള്? കൊള്ളാം. നല്ലപോലെ ചീഞ്ഞളഞ്ഞ പുഴുത്ത സംസ്കാരം. ഞാൻ ചെന്നേ അച്ഛനോട് പറയാം, ഇതാണ് നിങ്ങളുടെ ഗൂഢാലോചന. എടി, ഞങ്ങള് ചെയ്യാൻ വേണ്ടിയല്ല, മനസ്സിലെ ദേഷ്യം പുറത്ത് കാണിച്ചെന്നേ ഉള്ളൂ. രണ്ടുപേരും വാ താഴ്ത്തോട്ട്. അങ്കിളെ വിളിച്ചു, അവർക്ക് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാ. ഇനി എന്നാ പറയാനാ, പറഞ്ഞിടത്തോളം മതിയായി. തൃപ്തിയായിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെ തന്നെ ചെന്ന് പറയാം. അങ്ങനെ ഒന്നും പറയണ്ട, ഞങ്ങൾ വരാം. എന്തൊരു നാശമാണ് ഇതൊക്കെ. അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാ മതിയായിരുന്നു. ഫ്ലാറ്റോ വീഡിയോ എടുത്ത് അങ്ങോട്ട് മാറിയ സ്വസ്ഥത ഉണ്ടല്ലോ. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. ഇതിനേക്കാളും വലിയ നരകത്തിലോട്ടായിരിക്കും രക്ഷപ്പെടൽ. അമ്മയുടെ ശമ്പളം കൊണ്ട് വേണ്ടേ റെന്റ്, കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, ഗ്യാസ്, ഡ്രസ്, മെഡിക്കേഷൻ, ഫുഡ്, ഫീസ് എല്ലാം നടക്കണ്ടേ? രണ്ടുപേര് ശരിക്കും അനുഭവിക്കും. അപ്പൊ ഞാൻ എന്നതാ പറയേണ്ടത്? നിങ്ങൾക്ക് താഴത്തോട്ട് വരാൻ മനസ്സിലാന്ന് പറയണോ അത് വരുമെന്ന് പറയണോ? ഞങ്ങൾ വരാന്ന് സമ്മതിച്ചില്ലേ? ഹോ ഭാഗ്യം. ഇല്ലെങ്കിൽ അങ്കിളുമാർ രണ്ടിനും വിഷമിച്ചു പോയാനെ. ഇറങ്ങിച്ചെല്ലാം ഉപദേശിക്കാനായിരിക്കും. ലാസ്റ്റ് ഡോസും കൂടി തന്നിട്ട് പോവാനാ. ബാലേന്ദ്ര, ഞാനാണ് ഇവരെ കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അത് അന്നത്തെ ഒരു വികാര വിക്ഷോഭത്തിൽ ചെയ്തതാ. അത് തെറ്റായി. നിന്റെ മക്കള് നിന്റെ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇനി നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അമ്മയ്ക്ക് പിടിവാശി കൂടുതലാ. ജയിക്കാൻ വേണ്ടി അവൾ എന്തും നഷ്ടപ്പെടുത്തും. നിങ്ങളെ പോലും കൈവിട്ടെന്ന് വരും. അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ആവശ്യം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇനി വലിയ നേട്ടങ്ങളൊന്നും കൈവരിക്കാനില്ല. അവരുടെ ജീവിതം പാതിമുക്കാലം കഴിഞ്ഞതാ. ഇനി നിങ്ങളുടെ ജീവിതം. അത് കുരങ്ങന്റെ കൈ കിട്ടിയ പൂമാലയാവരുത്. ഇത്രയേ പറയാനുള്ളൂ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ജ്യൂസ്, ഫ്രഷ് ജ്യൂസാ. ഞാനിപ്പോ അടിച്ചെടുത്തതേ ഉള്ളൂ ജ്യൂസറില്. വേണ്ട. ഞാനുണ്ടാക്കിയത് കൊണ്ടാണോ? ഈ വീട്ടില് ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാനാ ഇപ്പോഴും അടുക്കളക്കാരി. കൊണ്ടുപോടി. എന്താ നീ ഇവിടെ നിൽക്കോടെ? ഇതെങ്ങനെയാ ഗ്ലാസ് ഓട്ടിയെ? നിന്നോടാ ചോദിച്ചത്. ഞാൻ തട്ടിക്കളഞ്ഞതാ. തട്ടിക്കളഞ്ഞു. എന്തിനാ തട്ടിക്കളഞ്ഞെ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അപ്പൊ പറയുന്നത് അവളെ അടുക്കളക്കാരിന്ന്. അവൾ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ കഴിക്കാൻ പറ്റത്തുള്ളൂന്ന്. ആ അത്രേ പറ്റത്തുള്ളൂ. അവളെ സത്യം പറഞ്ഞത്. അതിന് നീ എന്തിനാ കരുതുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഈ കാണിച്ചതും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കൈവീശി നിന്റെ ചെകിട്ടൊന്നും തരിക വേണ്ടത്. ഇവരൊക്കെ നിൽക്കുന്നോണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിക്ക്, എങ്ങോട്ട് പോകുന്നു നീ? ഈ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ പറക്കി കളഞ്ഞ് ഈ ഫ്ലോറും കൂടെ തുറച്ചിട്ട് പോയാൽ മതി. എനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റിക്കാൻ എനിക്കറിയാം. ഇഷ്ടമോളെ അത് ചൂർലി കിടന്നോ മോളെ. നീ പറഞ്ഞതനുസരിക്ക്. ഇങ്ങനെ അഹങ്കാരം കാണിച്ചാൽ നോക്കി നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും തല്ലണം തോന്നിപ്പോകും. മീൻ അയ്യോ വാങ്ങിച്ചോ? ഞാനൊരു തമാശയ്ക്കും. ചെവി ഞാൻ കൊല്ലാൻ കേട്ടോ. തമാശ ഇതുകൊണ്ട് കറി വെച്ചും പൊരിച്ചും പിന്നെ ഫിഷ് മോളിയൊക്കെ ഡൈനിങ് ടേബിൾ വെച്ചാണ്. ഇത് എന്ത് മീനാ? കടൽ മീൻ. ഇതിന്റെ പേരില്ലേ? മീനെല്ലാം ഒരുപോലെ അല്ലേ? വാല്, തല, മുള്ള് ഇതൊക്കെ എടുക്കും, ബാക്കി കളയും. അല്ല, ഇത് ക്ലീൻ ചെയ്താണോ വാങ്ങിയത്? ആ എന്നോട് ചോദിച്ചു കട്ട് ചെയ്യണമെന്ന്. കട്ട് ചെയ്തില്ലേ? ആ ഏതെല്ലാം ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു. വേണ്ടായിരുന്നോ? നന്നായി. ഇല്ലെങ്കിൽ എനിക്ക് പണിയായേനെ. ആ എന്നാ ഞാൻ ചെല്ല്. ഫിഷ് എടുക്കണം. അങ്കിളിന് ഇത്തിരി ചോറൂടെ? വേണ്ട, മതി, തൃപ്തിയായി. ഇനിയെങ്കിലും നിങ്ങളിരുന്ന് കഴിക്കുക. ഞങ്ങള് രണ്ടുപേരും ഒന്ന് ഇവിടെ വിളമ്പുകാരായിട്ട് നിൽക്കാന്ന് നേരത്തെ തീരുമാനിച്ചതാ. രോഹിട്ടാ, കുറച്ചുകൂടെ കറി. അങ്ങളെ തോരൻ. ഇനി ഒന്നും വേണ്ട. ശിവേട്ടൻ എന്താ പോകുന്നത്? ഇന്നൊന്നാണോ? നാളെ പോയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് ഇതൊരു ശരിയായിട്ട്. കുറച്ച് നാളെ പോലെ. എന്റെ ടിക്കറ്റ് എല്ലാം ഓക്കെയാ. അലീന, കറികളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. വയറ് നിറച്ച് കഴിച്ചു. അതെ, അങ്ങനെ അതിനെ ചേച്ചിക്ക് മാത്രം കൊടുത്താൽ പോരാ അപ്രീസിയേഷൻ. ഞാനും കിച്ചണിൽ കയറി നല്ലോണം പണിയെടുത്തിട്ടാ. ഓ സോറി മുത്തേ, നിനക്ക് തന്നിരിക്കുന്നു 100 മാർക്ക്. ഞാൻ കിട്ടും. എണീക്കാം. ബാലേന്ദ്ര, ഞങ്ങൾക്ക് പറയാനല്ലേ സാധിക്കും. നിന്നോട് പറയാവുന്നിടത്തോളം പറഞ്ഞു. ഒരു കുടുംബം ഒത്തുപോകാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും താഴ്ന്നു നിൽക്കുന്നത്. അത് നീ മനസ്സിലാക്കി. ഇതൊക്കെ ശിവേട്ടൻ ചെന്ന് പെങ്ങളോട് പറഞ്ഞു. അവിടെയും പറയാവുന്നിടത്തോളം പറഞ്ഞു. തഴയേണ്ടത് ആരാണെന്നും
എത്രത്തോളം താഴണമെന്നും നിങ്ങൾക്കറിയാവുന്നിടത്തോളം പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വന്നത് ഊണ് കഴിച്ചെല്ലാം സമാധാന ശ്രമത്തിന്റെ ഭാഗമായിട്ടാ. അതൊക്കെ എനിക്ക് മനസ്സിലാവും രാജീവേ. കൈതക്കൽ വീട്ടിൽ അരി തീർന്നു പോയിട്ടില്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധം എനിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ നിനക്കിത് പറയേണ്ടി വന്നു. ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒത്തുതീർപ്പിന്റെയും ഭാഷയെ സംസാരിക്കുന്നത്. ഇപ്പൊ മുതല് കൊച്ചാ ഇത്രയൊക്കെ ആയില്ലേ, ഇനി സംസാരിച്ച് വഷളാക്കണ്ട. ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ പോകല്ലേ, ആന്റിയോട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഈ വഴക്കും വാശിയും ഉപേക്ഷിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ല അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയട്ടെ മനു. ബാലേന്ദ്ര, നിനക്ക് 4 മക്കളാ, അതിൽ 3 പെൺകുട്ടികൾ. നല്ല ശ്രദ്ധ വേണം. ഓരോരുത്തരെയും ഓരോ കരക്കടുപ്പിക്കാൻ. നിന്റെ കഴിവും ആരോഗ്യവും ബുദ്ധിയും പണവും മുഴുവനായും ഒരു പെണ്ണിന്റെ അഹന്തയോട് മല്ലിട്ട് പാഴാക്കി കളയരുത്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങളങ്ങ് പോവാ. ഇനി എന്തെങ്കിലും വരുമ്പോ കാണാം. ശിവേട്ടൻ പറഞ്ഞാൽ സത്യം പറട്ടെ. ഞങ്ങൾ പോയി കുറച്ച് റെസ്റ്റ് എടുക്കും. മറുപടി ഇല്ലാഞ്ഞിട്ടോ പറയാൻ അറിയാഞ്ഞിട്ടോ എല്ലാം ഉണ്ടായിരുന്നു. വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ആ നീ പോയി കൈ കഴിക്കോ, ഇത് ഞാൻ കൊണ്ടുവച്ചോ. കഴിഞ്ഞു പോണ്. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഓ ആര് വരാൻ, വയറൊക്കെ അറിഞ്ഞോ? ഓ പൊട്ടാറായി. ഇരിക്കും, നമ്മളിങ്ങനെ പോയാൽ മതിയോ? ഇപ്പൊ ബബിതയും രോഹിയും തിരിച്ചു വന്നു. നിങ്ങൾ നമ്മളൊരു ഐക്യം വേണ്ടേ? അവർക്ക് ഒരു മാറ്റം വന്നിട്ടില്ല മനുവേട്ട. ഒന്നില്ലെങ്കിൽ അവര് നമ്മളെ പോലാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ പോലാണ്. ഏതാ നല്ലത്? അയ്യോ, നമുക്ക് അവരെ പോലെ അവൻ എന്തായാലും പറ്റത്തില്ല. എന്താ മനുവേട്ടാ? ഈ ബബിതയും രോഹി ഇപ്പോഴും റിബലായിട്ട് നിൽക്കുക. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും ഇല്ല എന്നുള്ള മട്ടിലാണ് അവരുടെ പേരും. അവരൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ? അതൊന്നും അത്ര ഈസി അല്ല മനുവേട്ടാ. അച്ഛനും അമ്മയും ഒന്നിക്കണമെന്ന് പോലും അവർക്ക് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചാ ഇതാവുമ്പോ അവർക്ക് കൂടുതൽ ഫ്രീഡം കിട്ടും. അമ്മയും പേടിക്കണ്ട, അച്ഛനെയും പേടിക്കണ്ട. ഇവിടെ അച്ഛനനുസരിക്കാതെ പറ്റത്തില്ല, അച്ഛൻ സമ്മതിക്കത്തില്ല. അങ്ങളും ആന്റിയും കൂടെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് പോലും പാടിച്ചോളൂ. അപ്പോ രണ്ടുപേരും 2 വെള്ളത്തിൽ നിന്ന് പറ്റിയാലും ഒരു കാര്യക്കും എടുക്കത്തില്ല. അതാണ് പറഞ്ഞ ഈ പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. മനുവേണ്ണ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ മനസ്സിലൊരു ഒറ്റ ഐഡിയ ഉള്ളൂ. പറയട്ടെ അലീന? ആ പറയുന്നേ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ സഹകരിക്കാം. ബബിത രോഗി അടുത്തൊന്നും ഇല്ലല്ലോ അല്ലെ? അവര് അമ്മയുടെ റൂമിൽ കയറി. അതായത് അലീന ആരാന്നുള്ള സത്യം വൈജാന്റെ അറിയിക്കുക. അത് മാത്രമുള്ള ഒരേ ഒരു വഴി. ആര് പറയും, എങ്ങനെ പറയും, എന്തായിരിക്കും പ്രതികരണം? ഒരാളുടെ മാത്രമല്ല, അച്ഛൻ എങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത്? ആർക്കൊക്കെ അതുകൊണ്ട് ദോഷം വരും? എല്ലാം ആലോചിക്കേണ്ട മനുവേട്ടാ. നല്ലപോലെ ആലോചിക്കണം. ആന്റി ഇത് അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് ഒരു പിടിയും കിട്ടാത്ത കാര്യം. അമ്മയ്ക്ക് ഭയങ്കര ഷോക്ക് ആയിരിക്കും അത്. അതിനേക്കാളും വലിയ ഷോക്ക് അലീന വൈജാന്റിയുടെ മകളാന്നുള്ള സത്യം അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞു എന്നതായിരിക്കും. അവിടെയാണ് ഏറ്റവും സൂക്ഷിക്കണം. ആന്റി ഇത്രയൊക്കെ പകിട്ടും പത്രാസും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അങ്കിൾ അറിയുന്നേ ആന്റിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്കിത് ഓർക്കാൻ പോലും വയ്യ മനുവേട്ടാ. ചില്ല് പ്രതിമ താഴെ വീണുടയുന്ന പോലെ മാഡം പൊട്ടി തകർന്നു പോവും. ആന്റി ഹോസ്പിറ്റൽ ബെഡിൽ കൈയും കാലോ കൊടിഞ്ഞ് പ്ലാസ്റ്റർ കിടക്കുമല്ലേ, എഴുന്നേറ്റ് ഓടാനൊന്നും പോകുന്നില്ല. സഹിച്ച് കിടക്കാനല്ലേ പറ്റത്തുള്ളൂ. മനുവേട്ടാ, അച്ഛൻ പിന്നെ ആ ബന്ധം കണ്ടിന്യൂ ചെയ്യൂ. നിന്റെ അമ്മ നിന്നെ തിരിച്ചറിയണം നിനക്ക് ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് കൊതിയുണ്ട്. വൈജ അവളെ എന്റെ മോളെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ അവൾ ഒരുപാട് കൊതിക്കുന്നു. ഞങ്ങൾ അലീനയെ ബാലചന്ദ്രന്റെ മകളായിട്ട് അംഗീകരിച്ചു. നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കണ്ടേ? പക്ഷേ അത് വൈജയുടെ മരണക്കിടക്കയിൽ വെച്ചായി. അന്ന് അലീനെ ഞാൻ അവളുടെ മുന്നിലേക്ക് നീക്കി നിർത്തിയിട്ട് പറയും, വൈജയെ ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം മകളാണ്.